നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ വൃദ്ധന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. ഗോപൻ എന്നയാളുടെ സംസ്കാരത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. അച്ഛന്റെ ഇഷ്ടപ്രകാരമാണ് സമാധിയിരുത്തിയത് എന്നാണ് മക്കൾ പറയുന്നത്. പ്രതികരണം ആദ്യം. സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല. അപ്പൊ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ അച്ഛൻ. ആ ചടങ്ങ് പ്രകാരമാണ് ഇപ്പം നമ്മൾ അച്ഛന് ചെയ്തത്. ആ സമയം ഭയങ്കര ചൈതന്യം വരുന്ന ആ ശരീരം, തേജസ്സും ഊർജ്ജസ്വലനായിട്ടാണ് അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായത്. ആ സമാധി എന്ന് പറയുന്നത് അത് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആരെയും അറിയിക്കാത്തത്. അമൽ തേനംപറമ്പിൽ സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. അമൽ, ബന്ധുക്കൾ പറയുന്ന അച്ഛന്റെ ഇഷ്ടപ്രകാരമാണ് സമാധി ഇരുത്തിയത്, പക്ഷേ ഒരുപാട് ദുരൂഹതകൾ ഈ സംഭവത്തിൽ ഉയരുന്നുണ്ട്. നാട്ടുകാരും പോലീസും ഒക്കെ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? എന്തൊക്കെ ദുരൂഹതകൾ തോന്നിപ്പിക്കുന്നതാണ്? പ്രജിഷ, ഈ ഗോപൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറച്ച് നാളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഈ കാണുന്ന ഒരു പോസ്റ്ററുണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന വിവരം ഈ നാട്ടുകാരറിയുന്നത്. കാവുളാകം ശ്രീ കൈലാസനാഥ മഹാക്ഷേത്രം ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി 9-ാം തീയതിയാണ് മരിച്ചത്. പക്ഷേ ഈ പോസ്റ്റർ ഇന്നലെ മുതലാണ് ഇങ്ങനെ നാട്ടുകാർ, ഇവിടെ മാത്രമല്ല മക്കൾ തന്നെയാണ് ഈ പോസ്റ്റർ ഇങ്ങനെ നാടിൻ്റെ പലയിടങ്ങളിലായി ഒട്ടിച്ചത്. എനിക്ക് തൊട്ട് പിന്നിലായി കാണുന്ന ഈ വീട്ടിലാണ് ഗോപൻ സ്വാമി വർഷങ്ങളായി താമസിച്ചു വരുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ക്ഷേത്രവും കാണാം. ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു വർഷങ്ങളായി ഈ പറയുന്ന ഗോപൻ സ്വാമി എന്ന് പറയുന്നയാൾ. ഈ ക്ഷേത്രം പണിതതും ഇതിൻ്റെ പണിയെല്ലാം നടത്തിയതും അദ്ദേഹം തന്നെയാണ്. ഇവിടുത്തെ നാട്ടുകാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാർത്ത ഇങ്ങനെ പുറത്തു വന്നതിന് ശേഷം പോലീസും ഇവിടേക്ക് എത്തി. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു സമാധി സ്ഥലം പോലെ ഒരുക്കിയിരുന്നു. അതായത് മക്കൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഒരു സമാധി മണ്ഡപം നേരത്തെ ഗോപൻ ഒരുക്കിയിട്ടിരുന്നു. മരിക്കുമ്പോൾ അവിടെ സമാധിയാകണമെന്നായിരുന്നു ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ സ്വയം സമാധിയായി എന്നുള്ളതൊക്കെയാണ് ഈ മക്കൾ പറയുന്നത്. മക്കൾ പറയുന്ന കാര്യം എന്തായാലും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ കാണുന്ന സ്ഥലം, ഈ സമാധിയായി എന്നൊക്കെ ഇവർ പറയുന്ന ഈ സ്ഥലം തുറന്ന് ഒരു പരിശോധന ഉണ്ടാകും, പോസ്റ്റ്മോർട്ടം നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ പൂജയും മറ്റുമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടേക്ക് സ്വയം വന്നിരുന്നു. നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തീരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, വയ്യാതിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ നടന്നു വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സമാധിയായി എന്ന് ഞങ്ങൾക്ക് തോന്നി. തലയിൽ തൊട്ട് നോക്കിയപ്പോൾ അനക്കമില്ല, അതോടൊപ്പം തന്നെ ശ്വാസവും നിലച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ മുകളിൽ കാണുന്ന സ്ലാബ് എടുത്ത് വെച്ച് അവരങ്ങ് മൂടി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കർപ്പൂരം അടക്കമുള്ള വസ്തുക്കളും ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ഒരു അരയാൾ പൊക്കത്തിൽ ഒരു തറകെട്ടി ആണ് അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ആൾ തന്നെ പണിതിട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഭാഗം മാത്രമാണ് പുതിയ സിമെൻറ്റും മറ്റുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ കൂടി ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇവർക്ക് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് അറിയണം എന്നൊരാഗ്രഹം അവർക്കുമുണ്ട്.